ഇന്നൊരു ചെട്ടിനാട് ബിരിയാണിയാണ് ഉദ്ദേശം. പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില കണ്ടമാനം, പുതിന അതുപോലെ തന്നെ കണ്ടമാനം ഉണ്ട്. പിന്നെ കുരുമുളക് ശരിക്കും കുരുമുളകായിട്ട് വെച്ചാൽ മതി. പക്ഷേ ഞാൻ കുരുമുളക് പൊടിച്ചതുകൊണ്ട് ആ പൊടി അങ്ങോട്ട് വെച്ചു. പിന്നെ വെളുത്തുള്ളി, കറാമ്പട്ട, കറാമ്പൂവ്, ആ മറ്റേ ഇല, പെരുംജീരകം, നട്ട്സ്, കസ്കസ്, ഏലക്കായ ഇതെല്ലാം കൂടി ആയിട്ട് ഇതിലേക്ക് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് കുരുമുളക് മതിയായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ പൊടിച്ചതിനെ കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പട്ട ഇട്ടിട്ടുണ്ട്, കറാമ്പൂ ഇടുന്നുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പ് ഏലക്കായും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഞാൻ പെരിഞ്ചീരകം ഉണ്ട്, കസ്കസ് ഉണ്ട്. ഇതെല്ലാം കൂടി അങ്ങോട്ട് വാരി കൂട്ടി അങ്ങോട്ട് ഇടുക. അതന്നെ നേരത്തെ കാണിച്ചില്ല. ആ സാധനങ്ങൾ അപ്പടി അതിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുത്താൽ മതി. പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ കാണിക്കുകയാണെങ്കിൽ കൊണ്ട് ഇങ്ങനെ കാണിച്ചെന്നുള്ളൂ. അപ്പം അതെല്ലാം കൂടി ഒന്ന് നല്ലോണം പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കുക. ഓക്കെ, അപ്പം അത് പൊടിച്ചാൽ അതവിടെ സൈഡിലൊക്കെ വെച്ചതിന് ശേഷം അടുത്ത പരിപാടി ഓയിലും RKG ആണ് കേട്ടത്. സൺഫ്ലവർ ഓയിലും RKG ഇത് രണ്ടും കൂടി ഒന്ന് ചൂടായി വരുമ്പോൾ, ശരിക്കും RKG ആദ്യം ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഇത്തിരി ഓയിൽ വയ്ക്കും. ഓയിൽ ഈസ് മൈ വീക്ക്നെസ്. അങ്ങനെ ഇപ്പോഴൊക്കെ ഏകദേശം കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കറാമ്പട്ട, പച്ചമുളക്, കറാമ്പട്ട, ഏലക്കായി, പൂവ് എല്ലാം കൂടി ഒന്ന് ചൂടാക്കി. പിന്നെ അതിലേക്ക് ഞാൻ ഇതിപ്പോൾ മിക്സിയിൽ അടിക്കാനുള്ള വേറെ തന്നെ കുറച്ച് വേണം കേട്ടോ. ഇഞ്ചി, പച്ചമുളക് നമ്മൾ നേരത്തെ കാണിച്ചു തന്നില്ലേ ആ സാധനങ്ങൾ, അതൊക്കെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ചുവന്നുള്ളി, ഇതെല്ലാം കൂടി ഇഞ്ചപ്പരുവത്തിലൊന്ന് ചതച്ചെടുക്കുക. അതായത് നല്ലോണം ക്രഷ് ആവേണ്ട ആവശ്യമില്ല, നല്ലോണം അടിഞ്ഞ് നൈസായി ആവണ്ട. പകരം ഒന്ന് അത്യാവശ്യം ഒരു ക്രഷ് നല്ലൊരു ചതക്കിയെടുക്കുക. ഇതൊക്കെ കൂടി പിന്നെ ഇതിൻ്റെ കൂടെ ഒരു വലിയൊരു പിടി മല്ലിയിലയും ഒരു വലിയ പിടി പുതിനയും. മല്ലിയില ഞാൻ ആദ്യം ഇട്ട് പോയി. അത് പിന്നെ അപ്പോഴത്തേന് ഇവിടെ അണ്ടിപ്പരിപ്പ് അതിലേക്ക് എടുത്ത് റോസ്റ്റ് ചെയ്യുക. പിന്നെ ഇനി ഇതിലേക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നത് സവാളാണ് കേട്ടോ. വെളുത്തുള്ളി ഇടാണ്ട്. വെളുത്തുള്ളി ഇട്ട് പിന്നെ അതിന് ശേഷമാണ് സവാള ഇടുന്നത്. അത് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊണ്ട് എടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയില, പുതിനയും മാറ്റി വെച്ചതുണ്ടായിരുന്നു, അത് വീണ്ടും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അടിച്ചു വെച്ചത് നേരത്തെ ഓർമ്മ ഉണ്ടല്ലോ, അതാണ് ഈ കാണുന്നത്. പിന്നെ അതിലൂടെ നമ്മുടെ കുറച്ച് റൈസ് ഞാൻ അതിൽ തന്നെ ഒന്ന് RKG മിക്സ് ചെയ്ത് വറുത്തതിന് ശേഷമാണ് തിളപ്പിച്ച വെള്ളം വെച്ചിരുന്നു അളന്നിട്ട്. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ആ ലെവലിലേക്കാണ് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ പാത്രത്തിൽ കണക്കാക്കിയിട്ടാണ് എടുത്തത്. അപ്പം അതിലോട്ട് എന്നിട്ട് വേവിച്ച് വെച്ച ഇറച്ചിണ്ടായിരുന്നു. കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേവിച്ചതായിരുന്നു. ആ ബീഫ് അതിലൊക്കെ തട്ടിക്കൊടുത്ത് പിന്നെ അതിന് ശേഷം ഒരു 3 ടൊമാറ്റോ എടുത്തിട്ട് നല്ല കുഞ്ഞിതാക്കിയിട്ടല്ല, അത്യാവശ്യം ഒരു 4-6 പീസാക്കിയിട്ടാണ് ഞാൻ ഇട്ടത്. തക്കാളി 4 പീസായാലും മതി, ഏതായാലും മക്കളെ വാവ്.